ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു മാർക്കിൻ്റെ നിങ്ങളുടെ +1 ബിസിനസ് സ്റ്റഡീസ് ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നതെന്നും എന്തൊക്കെയാണ് അതിന് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടതെന്നും നമുക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാം, നന്നായിട്ട് പഠിക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. സോ നമ്മുടെ 2 മാർക്കിന് നമുക്ക് 5 ചോദ്യങ്ങളാണ് എഴുതാനുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 11 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് 5 ചോദ്യങ്ങൾ എഴുതിയാൽ മതി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം എത്ര ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്? 1, 2, 3, 4, 5, 6 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് സ്കിപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് ചോദ്യം ഏതാണെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ കണ്ണിങ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ചോദിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെയാണ് എടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ഫീലിംഗ് എനിക്ക് കിട്ടി. പ്രത്യേകിച്ച് ഔട്ട്സോഴ്സിംഗ് എന്നൊക്കെ കണ്ടപ്പം ഒരു ചെറിയൊരു ടെൻഷൻ പോലെ വന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാനൊന്ന് പതറി. കുഴപ്പമില്ല, നമുക്ക് നോക്കാം എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു ഈസ് എ സീക്രട്ട് പാർട്ട്ണർ എന്നാണ്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് ഒരു സീക്രട്ട് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? ദിസ് ടൈപ്പ് ഓഫ് പാർട്ട്ണർ കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ ആൻഡ് ടേക്സ് active part in the management of a firm, and he shares in the profit and losses of firm, and his liability is unlimited. However, his connection with the firm is not known to the outside world. അതാണ് നിങ്ങൾ എടുത്ത് എഴുതേണ്ടത്. ഈ ഒരു പാർട്ട്ണർക്ക് ഈ ഒരു ഫേമുമായിട്ടുള്ള കണക്ഷൻ പുറം ലോകത്തിന് അറിയില്ല എന്നുള്ള ആ ഒരു ടേമാണ് സീക്രട്ട് പാർട്ട്ണർക്ക് മെയിനായിട്ട് വേണ്ടത്. ബാക്കിയുള്ളവരെ പോലെ തന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ ഒരു ഫേമിൻ്റെ പാർട്ട്ണറാണ് എന്നുള്ളത് ഔട്ട്സൈഡ് വേൾഡിന് എന്തില്ല, അറിയില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ എന്ത് കിട്ടും? 2 മാർക്ക് കിട്ടുന്നതായിരിക്കും. റെഡിയല്ലേ? അപ്പോൾ സീക്രട്ട് പാർട്ട്ണർ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഗവൺമെൻറ് കമ്പനി? അതെനിക്ക് വളരെ ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഒരു സെഷനിൽ വരും, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, അതേപോലെ തന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് പറഞ്ഞ സമയത്ത്, ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ് ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഗവൺമെൻറ് കമ്പനി. 3ാമത്തെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഗവൺമെൻറ് കമ്പനിയുടെ മീനിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീനിങ്ങും ഫീച്ചേഴ്സൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഗവൺമെൻറ് കമ്പനിയുടെ മീനിങ് എന്താണെന്ന് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ ഏകദേശം ഈ ഒരു മീനിങ് വരുന്ന എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഇതന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല, എങ്കിലും കുട്ടികൾക്ക് ആൻസർ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. Government company means a company in which not less than 51% of paid up share capital held by central government or any state government or government, partly by the central government or partly by more state government. ഈ ഒരു രീതിയിൽ, അതായത് 51% കുറയാത്ത രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഷെയർ എങ്കിൽ അത്തരം കമ്പനികളെ നമുക്ക് എന്ത് പറയാം? ഗവൺമെൻറ് കമ്പനി എന്ന് പറയാം. ക്ലിയർ? And this includes which is subsidiary companies such as government company. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങൾ എഴുതേണ്ട. 2 മാർക്കിനുള്ള ആ ഒരു പോയിന്റ്, ഇതാണ് മെയിൻ പോയിന്റ്. നോട്ട് ലെസ് ദാൻ 51% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഇത് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കതിൻ്റെ മാർക്ക് കിട്ടും. റെഡിയല്ലേ? പിന്നെ നിങ്ങളോട് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് എനി 2 നേച്ചർ ഓഫ് സർവീസസ്. നമ്മൾ ബിസിനസ് സർവീസസ് പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് സർവീസസ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗുഡ്സും സർവീസും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ പ്രത്യേകത എന്താണ് മക്കളെ? സർവീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത് സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ, ഇൻസെപ്പറബിൾ, അതുപോലെ വേരിയബിലിറ്റി ഉണ്ട്, അതായത് ക്വാളിറ്റിയൊക്കെ വ്യത്യാസം ഉണ്ടാവും, പിന്നെ പെരിഷബിലിറ്റി. അപ്പോൾ ഇത് തന്നെ എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ സർവീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പഠിച്ചതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അത് ഇൻടാഞ്ചിബിൾ ആണ്, ഇൻസെപ്പറബിൾ ആണ്, ഒക്കെ നിങ്ങൾ പഠിച്ചത് എന്താണോ അത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ മാർക്കും 2 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 2 നേച്ചർ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇൻടാഞ്ചിബിലിറ്റിയോ ഇൻസെപ്പറബിലിറ്റിയോ ഏതെങ്കിലും ഒരു 2 നേച്ചർ നിങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ മാർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ സർവീസിൻ്റെ നേച്ചറാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടിയിരുന്നത്. റെഡിയല്ലേ?
പിന്നെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ വേർഡിൻ്റെ മീനിങ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഔട്ട്സോഴ്സിങ്ങിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. എന്താണ്? ദ ബിസിനസ് പ്രാക്ടീസസ് ഹയറിംഗ് എ പാർട്ടി ഔട്ട്സൈഡ് എ കമ്പനി ടു പെർഫോം സർവീസസ് ടു ക്രിയേറ്റ് ഗുഡ്സ് ദാറ്റ് വെയർ ട്രഡീഷണലി പെർഫോംഡ് ഇൻ ഹൗസ് ബൈ ദ കമ്പനീസ് ഓൺ എംപ്ലോയീസ് ആൻഡ് സ്റ്റാഫ്. അതായത് നമ്മുടെ കമ്പനിയിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം നമ്മൾ വേറൊരു ഏജൻസീനെ പുറത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പുറം കരാറ് കൊടുക്കാമെന്ന് പറയും. അപ്പം നമ്മൾക്ക് വേറെ കുറേ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ജോലി വേറൊരു ഏജൻസിയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ പുറം കരാർ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ഈ രീതിയിൽ മീനിങ് വരുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള 2 മാർക്ക് കിട്ടും. ക്ലിയർ? ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെത്. വാട്ട് ഈസ് മിനിമം സബ്സ്ക്രിപ്ഷൻ? ഏതാണ് ചാപ്റ്റർ? ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. 3ാമത്തെ ഒരു സ്റ്റെപ്പായിരുന്നു അല്ലേ? പ്രൊമോഷനും ഇൻകോർപ്പറേഷനും കഴിഞ്ഞിട്ട് 3ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു എന്ത്? മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഏരിയ. എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് മസ്റ്റ് ബി റേസ്ഡ് ബൈ ദ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ ടു പ്രൊവൈഡ് ഫോർ ദ മാറ്റേഴ്സ് എക്സ്പ്ലെയിൻ ഇൻ ദ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ട്, അത് കിട്ടിയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഷെയർസ് അലോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷെയർസ് ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് മിനിമം ഇത്ര കിട്ടിയിരിക്കണം ആപ്ലിക്കേഷൻ എന്ന് പറയും. ആ മിനിമം സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ എന്തായാലും കിട്ടിയിരിക്കണം എന്ന് പറയുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ദ മിനിമം സബ്സ്ക്രിപ്ഷൻ പ്രിസ്ക്രൈബ് ടു ബി കളക്റ്റഡ്. ഓക്കെ, സോ ആ ഒരു മീനിങ് വരുന്ന രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെഷനിലെ അവസാന ചോദ്യം എന്ന് പറയുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതും ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോസ്പെക്ടസ്? പ്രോസ്പെക്ടസ് ആക്ച്വലി അതൊരു ഇൻവിറ്റേഷൻ ആണല്ലേ. അതായത് ബാക്കിയുള്ള ആളുകളെ, പൊതുജനങ്ങളെ അറിയിക്കുകയാണ് നമുക്ക് ഇത്ര ഷെയർസ് ഉണ്ട്, ഈ കമ്പനിക്ക് ഇത്ര ഷെയർസ് ഉണ്ട്, ഈ ഷെയർസിൻ്റെ വാല്യൂ ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കിനെ നമ്മുടെ കമ്പനിയിലെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരെ ഇൻവൈറ്റ് ചെയ്യിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ആക്ച്വലി എന്ത്? പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. സോ കമ്പനി പ്രോസ്പെക്ടസ് ഈസ് റിലീസ്ഡ് ബൈ കമ്പനി ടു ഇൻഫോം ദ പബ്ലിക് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് of the various securities that are available, and this document describes about mutual fund, bonds, stocks and other forms of investment. ഇങ്ങനെയൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം എന്നൊന്നുമില്ല കേട്ടോ. പ്രോസ്പെക്ടസ് എന്താണെന്ന് ഒരു മീനിങ് വരുന്ന രീതിയിൽ എഴുതിയാൽ മതി. അത് ഒരു ഫോമൽ ലീഗൽ ഡോക്യുമെൻ്റ് ആണ് വിച്ച് ഈസ് റിക്വയർഡ് ബൈ ആൻഡ് ഫൈൽഡ് വിത്ത് സെബ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമായിരുന്നു പ്രോസ്പെക്ടസ്. ഓക്കെ, അപ്പം പ്രോസ്പെക്ടസും മിനിമം സബ്സ്ക്രിപ്ഷനും ഔട്ട്സോഴ്സിങ്ങും അതുപോലെ സർവീസിൻ്റെ നേച്ചറും ഗവൺമെൻറ് കമ്പനിയും സീക്രട്ട് പാർട്ട്ണറും ഒക്കെയാണ് ഈ ഒരു ഏരിയയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ? നിങ്ങൾക്ക് ഏത് രീതിയിൽ അത് ആൻസർ ചെയ്യാൻ പറ്റി? നിങ്ങളതിൽ ഹാപ്പി ആണോ? എന്തൊക്കെയാണ് എഴുതിയതെന്നൊക്കെ പറയാം. എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഞാൻ 2 മാർക്കിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല ആക്ച്വലി പ്രതീക്ഷിച്ചത്. പക്ഷേ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് കുഴപ്പമില്ല, നന്നായിട്ട് പഠിച്ചു പോയ കുട്ടികൾക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആവാൻ സാധ്യതയില്ല. കുഴപ്പമില്ല, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ പറഞ്ഞത്. ഇനി നമുക്ക് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് വരാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.